പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യം ലഭിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. തിരുവചനങ്ങളിലൂടെ നമ്മളത് പഠിക്കുകയായിരുന്നു. ഈ ആരാധന സമയത്ത് നമ്മളത് അനുഭവിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഭാരം അതേതാണോ അത് മനസ്സിൽ ഓർക്കുക. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഭാരം അതേത് വിഷയത്തെക്കുറിച്ചാണോ അത് മനസ്സിൽ ഓർക്കുക. യേശുവേ, എൻ്റെ ഈ ഭാരത്തിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും, എന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ ഇപ്പോൾ ഈശോ പറയുന്നു, മകനെ മകളെ, നിന്റെ അവസ്ഥ എനിക്കറിയാം. ഇന്നലെയും ഇന്നും നാളെയും ഒരുവനായ എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. നീ ജനിച്ച നാൾ മുതൽ നിന്റെ ഉള്ളിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങളും എനിക്കറിയാം. അതിനാൽ നീ വിഷമിക്കേണ്ട, നിനക്ക് സൗഖ്യമുണ്ട്. നീ എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിലേക്ക് നീ യേശുവിനെ ക്ഷണിക്കണം. യേശുവിന് നിന്നെ നന്നായി അറിയാം. കാരണം യേശു നീ കടന്നു പോകുന്ന ഈ അവസ്ഥ ഇതിനു മുമ്പ് കടന്നുപോയവനാണ്. ഒറ്റപ്പെട്ട സങ്കടത്തിൻ്റെ ഭാരത്തിൻ്റെ പല അനുഭവങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവും. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവും. നീ മനസ്സിലാക്കേണ്ട കാര്യം, നിനക്ക് മുമ്പേ കുരിശു ചുമന്നുകൊണ്ട് കടന്നുപോയ യേശു നീ കടന്നുപോയ ഈ അവസ്ഥയിലൂടെ കടന്നുപോയവനാണ്. ഒരുപക്ഷെ നീ ചിന്തിക്കും, ഞാൻ മറ്റുള്ളവർക്ക് ഒരു തിന്മയും ചെയ്തില്ലല്ലോ, എന്നിട്ടും മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നു, എന്നെ വിഷമിപ്പിക്കുന്നു, എന്നെ ഭാരപ്പെടുത്തുന്നു, എന്നെ മാറ്റി നിർത്തുന്നു, അവഗണിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരുവനെ പോലും വേദനിപ്പിച്ചിട്ടില്ല, ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും കുരിശിൽ കയറ്റിയില്ലേ? ഈ സമയത്ത് വിശ്വസിക്കണം, എനിക്ക് മുമ്പേ മുറിവുകളേറ്റവൻ, എനിക്ക് മുമ്പേ അവഗണിക്കപ്പെട്ടവൻ, എനിക്ക് മുമ്പേ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തവൻ, അവൻ്റെ മുമ്പിലാണ് ഞാൻ. വിശ്വസിക്കൂ, യേശുവിന് എന്നെ മനസ്സിലാകും. യേശുവിന് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. ഈ ശുശ്രൂഷ സമയത്ത് അത് ഏറ്റെടുക്കുമ്പോൾ നീ ആഗ്രഹിക്കേണ്ട കാര്യം, ചിലപ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ നിനക്ക് മുറിവുകളും സങ്കടങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ആ മേഖലകളിൽ ഒരു വലിയ തീരുമാനമെടുക്കുക. ഈശോ നിന്നോട് ആവശ്യപ്പെടുന്ന ഏക കാര്യം ക്ഷമിക്കാനുള്ള തീരുമാനമാണ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തെ വേദനിപ്പിച്ച ചിലരുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുന്നുണ്ടാവും. ആരുമായിക്കൊള്ളട്ടെ, അവരോട് ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം. കർത്താവേ, എന്നെ വേദനിപ്പിച്ചവരും എന്നെ ഒറ്റക്കൊടുത്തവരും ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ കുടുംബത്തെ പലതരത്തിൽ ശല്യപ്പെടുത്തുന്നവരും ഒക്കെയുണ്ട്. കർത്താവെ, ഞാൻ ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ രണ്ട് പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാമോ? ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ച് നിങ്ങളൊന്ന് മാറ്റി നിർത്തി അവരുടെ ശിരസിൽ നിങ്ങൾ വലതുകരം വയ്ക്കുക, ഇടതുകരം നെഞ്ചോട് ചേർക്കുക. ഒറ്റയ്ക്ക് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ 2 or 3 പേരായിട്ട് മാറി മാറി ചേർന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കല്ലേ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കുക, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ക്രമീകരിക്കാൻ കിട്ടും. മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വെച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഒരു വലിയ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനം. കർത്താവെ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. കാരണം പലപ്പോഴും എൻ്റെ ഉള്ളിലെ മുറിവുകൾ എന്നെ അതിനെ അനുവദിക്കുന്നില്ല. ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ അത്രയും കഠിനമാണ് ഈശോയെ. പലപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വലിയ ഭാരമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മുറിവുകൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ച് മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മൾ വിഷം കുത്തിവെപ്പിക്കുന്നു. നമ്മുടെ വാക്കിലൂടെ അനേകരെ നമ്മൾ വിഷമിപ്പിക്കുന്നു. എന്നാൽ ഈ സമയത്തൊരു തീരുമാനമെടുക്കുകയാണ്. കർത്താവെ, ക്ഷമിക്കാനുള്ള തീരുമാനം. നിന്റെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നിന്നെ വേദനിപ്പിച്ചവരോ നിന്നെ ഒറ്റപ്പെടുത്തിയവരോ നിന്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തവരുണ്ടാവും. ചില സംഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ നീ ചിന്തിക്കും, എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പരിഗണിച്ചില്ല, അവരെന്നെ വേണ്ട വിധം സ്നേഹിച്ചില്ല. എൻ്റെ ജീവിത പങ്കാളി, കല്യാണം കഴിച്ചവരുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും. എൻ്റെ ജീവിത പങ്കാളി എന്നെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ദാ ആ വേദനയെല്ലാം യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക. യേശുവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞാനൊരു തീരുമാനമെടുക്കുന്നു, ക്ഷമിക്കാനുള്ള തീരുമാനം. എൻ്റെ സഹോദര സഹോദരി, നീ ആരുമായി കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തിന്മകളാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും അതെല്ലാം കുരിശോട് ചേർത്ത് വെക്കണം. ഇതാ കുരിശിൽ കിടക്കുന്ന ഈശോ നിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് പറയുന്ന പ്രാർത്ഥന, പിതാവേ,
പിതാവേ, പിതാവേ, ഇതാ ഞാൻ ക്ഷമിക്കുന്നു. അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഈ വലിയ തീരുമാനം ആ വ്യക്തിയുടെ ശിരസിൽ നീ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറന്ന് ക്ഷമിക്കാനുള്ള വലിയൊരു തീരുമാനമെടുക്കട്ടെ. ഓ കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു കർത്താവേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ യേശുവേ. അവരുടെ ശിരസിൽ ആ കരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ഇതാ കർത്താവെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വേദനിപ്പിച്ചവരുണ്ട്, ഞങ്ങൾ മുറിവേൽപ്പിച്ചവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അവരോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ രണ്ട് കരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് മറ്റൊന്നും ചിന്തിക്കണ്ട. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാണ് സമർപ്പിക്കുന്നത്. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നിന്റെ രക്തം ഞങ്ങളുടെ മേൽ ഈ സമയത്ത് ഒഴുക്കി ഞങ്ങൾക്ക് സൗഖ്യം വേണം. രണ്ട് കരങ്ങൾ ഇങ്ങനെ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ചോളൂ. കണ്ണടച്ചോളൂ. കണ്ണടയ്ക്കുമ്പോൾ നീ മനസ്സിൽ കാണേണ്ട ചിത്രം കുരിശിൽ കിടക്കുന്ന ഈശോ. കുരിശിലെ ഈശോ നിന്റെ മുമ്പിൽ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഈശോ നിന്നോട് സംസാരിക്കുകയാണ്. ഈശോ നിന്നോട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്ക് ഉത്തരമാണ് ഈ കുരിശിൽ നിനക്ക് ലഭിക്കുന്നത്. യേശുവേ, ഈ കുരിശിൽ നിന്നൊഴുകുന്ന രക്തം എൻ്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തട്ടെ. വിശ്വസിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. തിരുരക്തക്കടലിൽ എന്നെ മുക്കണമേ, എന്നെ കഴുകണമേ, കാരുണ്യക്കടലിൽ എന്നെ ചേർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ഇത് അത്ഭുതകരമായ ദൈവിക ശക്തി ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടാൻ പോകുന്ന സമയം. രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കട്ടെ, രക്തത്താൽ എന്നെ കഴുകണം. യേശുവിൻ്റെ രക്തം എൻ്റെ എല്ലാ പാപങ്ങളും എൻ്റെ എല്ലാ കടങ്ങളും പൊറുകുന്നതാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ മനസ്സിലെ മുറിവുകളെ കഴുകുന്നതാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഓർമ്മകളെ കഴുകുകയാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകമാണ്. ആ ഉയർത്തിയ കൈകൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്തത്താൽ നീ കഴുകപ്പെടുന്ന സമയം, യേശുവിൻ്റെ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയം, നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം ഒഴുകപ്പെടുന്ന സമയം, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, നിന്റെ കണ്ണുനീരും ദുഃഖവും ഇതാ യേശു ഏറ്റെടുക്കുന്ന സമയം. തിരുരക്തക്കടലിൽ കർത്താവ് ഞങ്ങളെ മുക്കണമേ, കഴുകണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടുന്നു, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു. ദൈവമക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, എന്റെ ഈശോയെ. കൈയടിച്ചേ, നട കൈയടിച്ചേ. പോരാ, ശക്തിയോടെ. The mighty power. യേശുവിന്റെ രക്തം എന്നെ കഴുകട്ടെ. വിശ്വസിച്ച് കൈയടിച്ചേ, നല്ല കൈയടി. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ. ആമേൻ. തിരുരക്ത അഭിഷേകം നൽകണമേ. ചേർന്ന് പാടി. ആമേൻ. യേശുവേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ചേർന്ന് പാടി. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. പഠിക്കേ, പഠിക്കേ. ഈശോയേ,
നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ഈശോ, ഈശോ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അത്ഭുത ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവിക ഇടപെടലുകൾ സംഭവിക്കപ്പെടട്ടെ. ദൈവജനത്തിന് മേൽ സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ദൈവിക ശക്തി വെളിപ്പെടുന്ന സമയം, അനേകരുടെ ശരീരത്തിൽ കർത്താവിന്റെ സൗഖ്യം വെളിപ്പെടുന്ന സമയം, കർത്താവിന്റെ ആത്മാവ് ഓരോ വ്യക്തികളെയും സൗഖ്യപ്പെടുന്ന സമയം വിശ്വസിക്കട്ടെ. കൈയടിച്ചേ, കൈയടിച്ച് പോരാ, നല്ല കൈയടി. The mighty power, yes, ഓരോരുത്തരുടെ മേൽ വെളിപ്പെടട്ടെ. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിനഭിഷേകം, 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 തിരുരക്തത്തിനഭിഷേകം. തിരുരക്തക്കടലിൽ മുക്തണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം കരങ്ങൾ ഉയർത്തി ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിച്ച ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, ഈശോ, കരുണയിൽ ആശ്രയിക്കുന്നു. വിളിക്കട്ടെ. ഈശോയേ, ദൈവജനം ഒരുമിച്ച് കരുണയിൽ ആശ്രയിക്കുന്നു. ആഗ്രഹിച്ച് വിളിക്കുന്നു. ഈശോ, കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ. ഈശോയേ, രണ്ട് കരങ്ങൾ ഉയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്നൊരൊറ്റ വിളി, എന്റെ ഈശോ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. അത്ഭുതകരമായ ദൈവശക്തിയാണ് ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കണം. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എലിസബത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ കർത്താവ് പ്രത്യേകം പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. വിഷമിക്കണ്ട എന്ന് ഈശോ പറയുന്നു. എന്തിനെ ഓർത്തുകൊണ്ടാണോ സഹോദരി ഭാരപ്പെടുന്നത്, ആ ഭാരത്തിൽ ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നീ വിശ്വസിക്കൂ, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. ഒരു അതിർത്തി പ്രശ്നത്തെ തുടർന്ന് നാളുകളായി വലിയ ഭാരത്തിൽ കഴിയുന്ന ഒരു കുടുംബം, കർത്താവ് ആ കുടുംബത്തിൻ്റെ അതിർത്തി പ്രശ്നത്തിൽ ഇടപെട്ട് നിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകി നിന്നെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഏഞ്ചൽ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. വിദേശത്തേക്ക് പോകാനുള്ള നാളുകളായിട്ട് ഇപ്പം റെഡിയാകുമെന്നും പറഞ്ഞ് ചില ഏജൻസികൾ പറ്റിക്കപ്പെട്ട് വിഷമിച്ച് കഴിയുന്നതേ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ, സഹോദര വിഷമിക്കേണ്ട, നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 14-ാം തിരുവചനം 15-ാം തിരുവചനം നിനക്കുള്ളതാണ്. നിനക്ക് വേണ്ടി കർത്താവ് നിന്റെ കല്ലറകൾ തുറന്ന്, എന്ന് പറഞ്ഞാൽ നിന്നെ തടഞ്ഞിരിക്കുന്ന വഴികൾ തുറന്ന് നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് തുറക്കും. വിശ്വസിക്കൂ, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ചയുടെ ഫലമായി, ആ വീഴ്ച നിസ്സാരപ്പെട്ട വീഴ്ചയല്ല, ഒരു റോഡ് സൈഡിൽ തലയടിച്ച് വീണതിൻ്റെ ഭാഗമായി ശരീരത്തിന് വലിയ പരിക്കും ഭാരവപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ വ്യക്തി. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടയാളമാണ്. എന്തിനുള്ളതാണ്? ദൈവം നിന്റെ മേൽ അത്രമേൽ കരുതലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്.
വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. ഈശോ നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശരീരത്തിൽ ക്യാൻസർ രോഗം, ഡോക്ടർമാർ പറഞ്ഞു ഈ രോഗം നിന്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ വല്ലാണ്ട് ഭാരം, ജീവിതം തീർന്നോ എന്ന് ചിന്തിക്കുന്ന സഹോദരി വിഷമിക്കേണ്ട. നിനക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വഴി ദൈവം തുറന്നതാണ് കേട്ടോ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ രോഗപീഠയുമായിട്ട് ആശുപത്രിയിലൊക്കെ പോയപ്പോൾ സമാനമായ അനേകരെ കണ്ടില്ലേ? നമ്മളെക്കാളും വേദന അനുഭവിക്കുന്നവരെ കണ്ടില്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിയോഗമാണ്. സഹോദരിയിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ഇടപെടും. അത് കുടുംബത്തിന് ഒരു അനുഗ്രഹമാവും. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. സ്മിത എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. വിഷമിക്കേണ്ട. വിവാഹ ജീവിതത്തിന്റെ ഭാരം സഹോദരി വിഷമിക്കേണ്ട. കർത്താവ് സഹോദരിയിൽ ഇടപെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അഭിഷേകമുണ്ട്. പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ